പിന്നെ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എല്ലാവർക്കും വളരെ ഉപയോഗപ്രദമായിട്ടുള്ളൊരു വീഡിയോ ആണ്. പ്രത്യേകിച്ച് ഡ്രൈവിംഗ് ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഡ്രൈവിംഗ് ഇഷ്ടപ്പെട്ട് ഡ്രൈവിംഗ് ലൈസൻസ് ഒക്കെ എടുത്ത് വർഷങ്ങളായിട്ട് ഡ്രൈവിംഗ് ലൈസൻസ് കയ്യിൽ വെച്ച് വേണ്ട രീതിയിൽ ഡ്രൈവ് ചെയ്യാത്ത ഒരു നല്ല വിഭാഗം ആളുകളുണ്ട്. അതിൽ പ്രത്യേകിച്ച് സ്ത്രീകൾ, പിന്നെ പ്രായമായ ആളുകളൊക്കെ ഉണ്ട്. അവരൊക്കെ നിർബന്ധമായിട്ട് ഈ വീഡിയോ കാണുക. ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിർബന്ധമായിട്ടും ഞാൻ ഉറപ്പ് തരാം, നിങ്ങൾക്കൊരു കാറ് ഓടിക്കാനായിട്ട് കഴിയും. വെറും 10% മാത്രം ഡ്രൈവിംഗ് അറിയുന്ന ഏതൊരാൾക്കും ഈ ഒരു വീഡിയോ ഫുള്ളായിട്ട് കണ്ടാൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഡ്രൈവ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് നാളെ തന്നെ നിങ്ങളുടെ കയ്യിലുള്ളൊരു വാഹനം എടുത്തിട്ട് പുറത്തേക്ക് പോകാനായിട്ട് ഞാൻ നിങ്ങൾക്ക് കോൺഫിഡൻസ് തരുകയാണ്. മാനുവൽ ഗിയർ ഉപയോഗിക്കുന്ന നിങ്ങളുടെ വൈഫോ നിങ്ങളുടെ സിസ്റ്ററോ അല്ലെങ്കിൽ ഫാദറോ ആരോ ആവട്ടെ, അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വേണ്ട അത്ര കോൺഫിഡൻസ് കിട്ടുന്നില്ല, അവർക്ക് വേണ്ട അത്ര നമ്മൾ വിചാരിച്ച പോലെ ഡ്രൈവ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഒരിക്കലും നമ്മൾ അവരെ ബ്ലെയിം ചെയ്യരുത്. കാരണം ശരിക്കും ഒരു മാനുവൽ ഗിയർ വാഹനം നമ്മുടെയൊക്കെ ടൗണിലൂടെ അത്രയും ട്രാഫിക്കിലൂടെ ഓടിച്ചു പോവുക എന്ന് പറയുന്നത് ശരിക്കും വലിയ ടാസ്ക്കാണ്. ആൺകുട്ടികളൊക്കെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും വലിയ പാഷൻ, അവരുടെ ഡ്രീം എന്ന് പറയുന്നത് കാറ് ഡ്രൈവ് ചെയ്യുന്നതാണ്. ഇപ്പം ഞാനൊക്കെ എൻ്റെ ചെറുപ്പത്തിൽ ബസ്സിൽ എൻ്റെ മദറിൻ്റെ കൂടെ ബസ്സിൽ എങ്ങോട്ടെങ്കിലും കയറുമ്പോൾ ഞാൻ ആദ്യം നോക്കുക ഡ്രൈവറെയാണ്. ആ ഡ്രൈവർ എന്താ ചെയ്യുന്നത്. അപ്പോൾ അത്രയും പാഷനാണ് ആൺകുട്ടികളൊക്കെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ട് തന്നെ അവർക്ക് ഈസി ആയിട്ട് കാറ് ഡ്രൈവ് ചെയ്ത് പോകാനായിട്ട് സാധിക്കും. അതുപോലെയുള്ള സ്ത്രീകളും മറ്റുള്ള ആളുകളൊന്നും ഡ്രൈവിങ്ങിനോട് പാഷൻ ഇല്ലാത്ത ആളുകളൊക്കെ, അവരൊക്കെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു വീഡിയോ ഭയങ്കര ഹെൽപ്ഫുള്ളായിരിക്കും. ഞാൻ പറഞ്ഞില്ല, തീർച്ചയായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാറ് ഡ്രൈവ് ചെയ്യാനുള്ള കോൺഫിഡൻസ് കൂടും. ഓൺലി 10% മാത്രം ഡ്രൈവിംഗ് അറിയുന്ന ഒരാൾക്ക്, അതായത് നിങ്ങൾക്ക് നമ്മുടെ സ്റ്റിയറിംഗ് ബാലൻസ് വേണം. റോട്ടിലൂടെ പോകുമ്പോൾ നിങ്ങൾക്കൊരു സ്റ്റിയറിംഗ് ബാലൻസ് ഉള്ള ഏതൊരു വ്യക്തിക്കും ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുള്ള കാറ് സിമ്പിളായിട്ട് ഓടിക്കാനായിട്ട് സാധിക്കും. ഇതൊക്കെ സംബന്ധിച്ചിടത്തോളം ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ ടെസ്റ്റിന് പോവുക എന്ന് പറയുന്നത് 10ാം ക്ലാസ് എക്സാമിന് പോകുന്നതിനേക്കാൾ ടെൻഷനിലാണ് പോവുക. ഫൈനലി ചിലപ്പോൾ 1-2 പ്രാവശ്യമൊക്കെ കഴിഞ്ഞിട്ട് അവർക്ക് ലൈസൻസ് കിട്ടും. ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടിക്കഴിഞ്ഞാൽ അവരെ സംബന്ധിച്ചിടത്തോളം വേൾഡിലെ ഏറ്റവും ഹാപ്പിയസ്റ്റ് വുമൺ ആരാന്ന് ചോദിച്ചാൽ അവരായിരിക്കും. അവരുടെ മനസ്സിലുണ്ടായിരുന്ന ഡ്രീം എന്താണെന്ന് പറഞ്ഞാൽ നാളെ തൊട്ടിട്ട് സ്വന്തം വീട്ടിലെ കാർ എടുത്തിട്ട് ഹസ്ബൻഡിൻ്റെ കൂടെ അല്ലെങ്കിൽ ഫാദറിൻ്റെ കൂടെ നാളെ തൊട്ടിട്ട് പോവാം, എനിക്ക് ഡ്രൈവ് ചെയ്യാമെന്നൊക്കെ ആയിരിക്കും. സ്വാഭാവികമായിട്ടും നമ്മളൊരു ട്രിപ്പ് പോകുമ്പോഴോ അല്ലെങ്കിൽ എങ്ങോട്ടെങ്കിലും പോകുമ്പോൾ നമ്മുടെ ബ്രദറിൻ്റെ കയ്യിൽ നിന്നോ ഹസ്ബൻഡിൻ്റെ കയ്യിൽ നിന്നോ കാറ് വാങ്ങിക്കും. കാറ് വാങ്ങിച്ച് കഴിയുമ്പോൾ നമ്മൾ ഓടിച്ചു കഴിഞ്ഞ് ഫസ്റ്റ് ഇട്ട്